2025 ഡിസംബർ 17 ഒരു ദിവസം ഇന്ത്യയിലെ നിക്ഷേപക സമൂഹത്തിൽ പലരും ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു, മറ്റു ചിലർ നിരാശയിലും. ആ ഒരു നിമിഷം നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. ആയിരക്കണക്കിന് അപേക്ഷകരുടെ ഭാവി നിർണ്ണയിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. ICICI Prudential AMC IBOയുടെ അലോട്ട്മെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അപ്പോഴായിരുന്നു. ആഴ്ചകളായി ഈ വർഷത്തെ ഏറ്റവും വലിയ പബ്ലിക് ഓഫറിംഗുകളിൽ ഒന്നായിരുന്ന 10,602 കോടി രൂപയുടെ ഈ വെങ്കട IBOയെക്കുറിച്ചുള്ള ആകാംക്ഷ എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു. പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വലിയൊരു ഡിജിറ്റൽ തിരക്കാണ് നമ്മൾ കണ്ടത്. പരിചയസമ്പന്നരായ നിക്ഷേപകർ മുതൽ ആദ്യമായി IBOയിൽ പങ്കെടുക്കുന്നവർ വരെ ഓൺലൈൻ പോർട്ടലുകളിലേക്ക് ഇരച്ചുകയറി. ഔദ്യോഗിക രജിസ്ട്രാർമാരായ ഫിൻടെക്കും BSE, NSE വെബ്സൈറ്റുകളും ഈ തിരക്കിട്ട അന്വേഷണങ്ങളുടെയെല്ലാം പ്രധാന കേന്ദ്രങ്ങളായി മാറി. ICICI Prudential AMC IPO Allotment Status, ICICI AMC IPO Allotment Status can be checked online എന്നിങ്ങനെയുള്ള തിരയലുകൾ ഗൂഗിളിൽ കുതിച്ചുയർന്നു. നിക്ഷേപകരുടെ മനസ്സിലെ വലിയ ആകാംക്ഷയും സന്തോഷവും ഉത്കണ്ഠയുമെല്ലാം അത് പ്രകടമാക്കി. ഇത് വെറുമൊരു സ്റ്റാറ്റസ് പരിശോധനയായിരുന്നില്ല. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയുടെ ഒരു ഭാഗം തങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് എത്തുമോ എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു അത്. IBOയുടെ വമ്പൻ വ്യാപ്തിയും അലോട്ട്മെന്റ് പ്രക്രിയയുടെ ഡിജിറ്റൽ വേഗതയും കൂടിയായപ്പോൾ സാധാരണ ഒരു സാമ്പത്തിക സംഭവം തങ്ങളുടെ നിക്ഷേപ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായോ എന്ന് ഒറ്റുനോക്കിയിരുന്ന എണ്ണമറ്റ ആളുകൾക്ക് നിർണായകമായ ഒരു ഘട്ടമായി മാറി. എന്തുകൊണ്ടാണ് ഈ IPO നിക്ഷേപകരെ ഇത്രയധികം ആകർഷിച്ചത്? ഇതിൽ പങ്കെടുത്തവർക്ക് ഈ ഫലം എന്താണ് അർത്ഥമാക്കിയത്? ഈ സാമ്പത്തിക ലോകത്തെ വലിയ ചലനങ്ങൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമായത് ICICI Prudential അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഇന്ത്യയുടെ വളർന്നുവരുന്ന അസറ്റ് മാനേജ്മെന്റ് മേഖലയിലെ ഒരു അധികായനാണ് ഇവർ. ICICI Prudential ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു പ്രധാന ഉപകമ്പനി ആയതുകൊണ്ട് ഇവരുടെ വിപണിയിലേക്കുള്ള കടന്നുവരവിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അത് കമ്പനിക്ക് മാത്രമല്ല, അവർ പ്രതിനിധീകരിക്കുന്ന വലിയ സാമ്പത്തിക മേഖലയ്ക്കും ഒരുപോലെ പ്രധാനമായിരുന്നു. 10,602 കോടി രൂപയുടെ ഒരു വലിയ ഓഫറായിരുന്നു ഈ IPO. നല്ല രീതിയിൽ നിലവിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിക്ഷേപകർക്കുള്ള താൽപര്യം മുതലെടുക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ ഓഹരി വിഭജനം വരെയുള്ള മുഴുവൻ പ്രക്രിയയും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയാണ് നടത്തിയത്. ഈ പ്രക്രിയയിൽ രജിസ്ട്രാറായ ഫിൻടെക്കിനായിരുന്നു ഫിൻടെക് പ്രധാന പങ്ക്. ഓഹരി കിട്ടിയോ ഇല്ലയോ എന്നറിയാൻ നിക്ഷേപകർ ആശ്രയിച്ചത് പ്രധാനമായും അവരെയായിരുന്നു. അതേസമയം മുംബൈയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്നിവയായിരുന്നു ലിസ്റ്റിംഗ് എക്സ്ചേഞ്ചുകളായി നിശ്ചയിച്ചത്. കമ്പനിയുടെ ഓഹരികൾ ആദ്യമായി പൊതുവിപണിയിൽ ട്രേഡ് ചെയ്യാനുള്ള കളമൊരുങ്ങിയത് അങ്ങനെയാണ്. സെറോദ, സിറോദ, ICICI ഡയറക്ട്, ICICI ഡിറക്ട് പോലുള്ള ബ്രോക്കറേജ് പ്ലാറ്റ്ഫോമുകളും അവരുടെ ഉപഭോക്താക്കൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. അപേക്ഷിക്കാനും സ്റ്റാറ്റസ് പരിശോധിക്കാനുമെല്ലാം യാതൊരു തടസ്സവുമില്ലാതെ അവർക്ക് അവസരം നൽകി. ഡിജിറ്റലിന് ഊന്നൽ നൽകിയ ഈ രീതി ഇന്ത്യൻ സാമ്പത്തിക വിപണിയുടെ ആധുനികവൽക്കരണത്തിന് അടിവരയിട്ടു. നിക്ഷേപകരുടെ പങ്കാളിത്തം കൂടുതൽ എളുപ്പമാക്കിയെങ്കിലും ഓഹരി വിഭജനത്തിന്റെ ഫലം അറിയാനുള്ള ആകാംക്ഷ ഇതോടെ പല മടങ്ങ് വർദ്ധിച്ചു. വലിയ ഓഫർ തുകയും അത് നടപ്പിലാക്കിയതിലെ ഡിജിറ്റൽ കാര്യക്ഷമതയും ഇന്ത്യൻ മൂലധന വിപണിയുടെ വളർന്നുവരുന്ന നിലവാരവും മികവും എടുത്തു കാണിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന നിരവധി നിക്ഷേപകരെ ഇത് ആകർഷിച്ചു. അലോട്ട്മെന്റ് റിസൾട്ടുകൾ പുറത്തുവന്നപ്പോൾ വിപണിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു പ്രധാന സൂചകമായിരുന്നു ഗ്രേ മാർക്കറ്റ് പ്രീമിയം അഥവാ GMP. നിക്ഷേപകരുടെ താൽപര്യം പലപ്പോഴും കൃത്യമായി അളക്കുന്ന ഈ ഔദ്യോഗികമല്ലാത്ത സൂചകം ഒരു ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസമാണ് നൽകിയത്. ഡിസംബർ 17 കണക്കനുസരിച്ച് ICICI Prudential AMC IPOയുടെ GMP ഏകദേശം 15 മുതൽ 16% വരെ ആയിരുന്നു. ഇത് പ്രതീക്ഷയോടെ കാത്തിരുന്ന നിക്ഷേപകർക്ക് നൽകിയ സൂചന ഓഹരികൾ ഏകദേശം 2,490 രൂപ മുതൽ 2,500 രൂപ വരെ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു. 2,165 രൂപയുടെ ഇഷ്യൂ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ലാഭമല്ലെങ്കിലും ഇത് മാന്യവും സന്തോഷം നൽകുന്നതുമായ ഒരു നേട്ടമാണ്. ഈ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച സാമ്പത്തിക വിദഗ്ധർ ഒരു ആഴത്തിലുള്ള കാഴ്ചപ്പാട് പങ്കുവച്ചു. കമ്പനിക്ക് മികച്ച അടിത്തറയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അസറ്റ് മാനേജ്മെന്റ് രംഗത്തെ കമ്പനിയുടെ ശക്തമായ നിലനിൽപ്പും ദീർഘകാല വളർച്ചാ സാധ്യതകളും ഇതിന് കാരണമായി അവർ എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തൽക്ഷണ ലാഭത്തിനപ്പുറം ദീർഘകാല നേട്ടങ്ങൾക്കായി ഓഹരികൾ കൈവശം വെക്കാനാണ് പലരും നിക്ഷേപകരെ ഉപദേശിച്ചത്. എന്നാൽ ചില വിദഗ്ധർ IPOയുടെ വില അമിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇത് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യമുയർത്തി. ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വിറ്റ് ലാഭം നേടണോ, അതോ ദീർഘകാലത്തേക്ക് കൈവശം വെച്ച് കൂടുതൽ നേട്ടങ്ങൾക്കായി കാത്തിരിക്കണോ? ഔദ്യോഗികമല്ലാത്ത ഈ GMP വിപണിയുടെ തൽക്ഷണ പ്രതീക്ഷകളെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം നൽകി. ഇത് ഓഹരികൾ ലഭിച്ചവരിൽ കൂടുതൽ ചർച്ചകൾക്കും തന്ത്രപരമായ നീക്കങ്ങൾക്കും കാരണമായി. അപേക്ഷിച്ച ആയിരക്കണക്കിന് ആളുകൾക്ക് അലോട്ട്മെന്റ് ഫലം ഒരു നിർണായക നിമിഷമായിരുന്നു. അത് അവരെ രണ്ടായി തിരിച്ചു: ഓഹരി ലഭിച്ച് സന്തോഷിച്ചവരും ലഭിക്കാതെ നിരാശരായവരും. ഓഹരി ലഭിച്ച ഭാഗ്യവാന്മാർക്ക് പിന്നീട് കാര്യങ്ങൾ വേഗത്തിലായിരുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ടതും അലോട്ട്മെന്റ് ഉറപ്പിച്ചതിന്റെ പിറ്റേ ദിവസം, അതായത് ഡിസംബർ 18, ഓഹരി ലഭിക്കാത്തവർക്കുള്ള റീഫണ്ട് നടപടികൾ തുടങ്ങി. അതിലേറെ പ്രധാനമായി ഓഹരി കിട്ടിയവരുടെ ഡിമാൻഡ് അക്കൗണ്ടുകളിലേക്ക് ഓഹരികൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ അതിവേഗത്തിലുള്ള പണമിടപാട് IPO കൊണ്ടുള്ള നേട്ടം എത്ര വലുതാണെന്ന് തെളിയിച്ചു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം അനുസരിച്ച് 15 മുതൽ 16 വരെ ശതമാനം ലിസ്റ്റിംഗ് നേട്ടമാണ് പ്രതീക്ഷിച്ചത്. ഇത് ഓഹരി കിട്ടിയവർക്ക് വലിയൊരു ലാഭം സമ്മാനിച്ചു. ഇത് വെറും കണക്കിൽ പറഞ്ഞൊരു കാര്യമായിരുന്നില്ല. അപേക്ഷാ നടപടികൾ ശരിയായി പൂർത്തിയാക്കിയവർക്ക് 1,500 കോടി മുതൽ 1,700 കോടി രൂപയുടെ വരെ നേട്ടമാണ് ഇതിലൂടെ സാധ്യത ഒരുക്കിയത്. നിങ്ങളുടെ ഡിജിറ്റൽ പോർട്ട്ഫോളിയോയിൽ ആ ഓഹരികൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം ഒന്ന് ആലോചിച്ചു നോക്കൂ. വലിയൊരു ലാഭം കയ്യെത്തും ദൂരത്തുണ്ടെന്ന് അറിയുമ്പോൾ അത് എത്ര സന്തോഷം നൽകും. നേരെ മറിച്ച് ഓഹരി കിട്ടാത്തവർക്ക് ഡിസംബർ 18 റീഫണ്ടിന്റെ ആശ്വാസം നൽകിയെങ്കിലും ഒരു സുവർണാവസരം നഷ്ടപ്പെട്ടു എന്ന വിഷമവും സമ്മാനിച്ചു.
സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് മുതൽ ഓഹരി ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതും റീഫണ്ട് ലഭിക്കുന്നതും വരെയുള്ള ഈ നടപടികളുടെ വേഗത സെർച്ച് വോളിയം അല്ലാതെ കൂട്ടി. ഇത് IPO ആളുകളുടെ മനസ്സിൽ നിലനിർത്താനും ഓരോ വ്യക്തിക്കും ഇത് സാമ്പത്തികമായി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കാനും സഹായിച്ചു. വ്യക്തിഗത നിക്ഷേപകർക്ക് അപ്പോൾ കിട്ടുന്ന ലാഭനഷ്ടങ്ങളെക്കാൾ ഉപരി ICICI Prudential AMCയുടെ ഈ IPOക്ക് ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ വമ്പൻ IPO കാണിക്കുന്നത് അസറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളോട് മാർക്കറ്റിനുള്ള വലിയ താൽപര്യമാണ്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് രംഗത്തെ കുതിപ്പിനിടയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ഈ IPOയുടെ വിജയം 2025-ലെ IPO വിപണിയുടെ ഒരു പ്രധാന സൂചനയായി മാറും. ഇത് മറ്റ് കമ്പനികൾക്കും പൊതുവിപണിയിലേക്ക് വരാൻ വഴിയൊരുക്കിയേക്കും. ഇതിനു പുറമെ ICICI Prudential AMCയുടെ ഓഹരി വിപണിയിലെ പ്രകടനം വലിയ ICICI ബാങ്ക് ശൃംഖലയുടെ മൊത്തത്തിലുള്ള മൂല്യത്തെ തീർച്ചയായും സ്വാധീനിക്കും. കാരണം ഇതൊരു പ്രധാന ഉപകമ്പനിയാണല്ലോ. 2025 ഡിസംബർ 19 എന്ന ലിസ്റ്റിംഗ് തീയതി അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഈ സ്റ്റോക്കിന്റെ ആദ്യ ദിവസത്തെ പ്രകടനത്തിലായിരിക്കും. GMP പ്രതീക്ഷകൾ ഇത് പാലിക്കുമോ അതോ അതിനപ്പുറം കുതിക്കുമോ? വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഈ ഉയർന്ന മൂല്യം ഒരു വെല്ലുവിളിയാകുമോ അതോ കമ്പനിയുടെ ശക്തമായ അടിസ്ഥാനങ്ങൾ ഇതിനെ വലിയ വളർച്ചയിലേക്ക് നയിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പുതിയ ഓഹരിയുടമകളുടെ അപ്പോഴത്തെ ഭാഗ്യം മാത്രമല്ല തീരുമാനിക്കുക, മറിച്ച് ഇന്ത്യൻ മൂലധന വിപണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അതിന്റെ ഭാവി ദിശയെക്കുറിച്ചുമുള്ള വിലപ്പെട്ട വിവരങ്ങളും ഇത് നൽകും. ഈ IPO വെറുമൊരു ഇടപാട് മാത്രമല്ല, ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥകളിലൊന്നായ ഇന്ത്യയുടെ സാധ്യതകളും ചലനാത്മകതയും പ്രതിഫലിക്കുന്ന ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന് തുല്യമാണിത്.